വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് തസ്നീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 1 ഇംഗ്ലീഷൊക്കെ ആയിരുന്നു ചർച്ച ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 1 മാത്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. മാത്സിലെ എല്ലാ പാഠഭാഗങ്ങളും എടുത്തതിന് ശേഷം അതിൻ്റെ ആക്ടിവിറ്റി ബുക്കും കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ആദ്യം ഇതിൽ എന്തൊക്കെ കണ്ടൻറ് ഉണ്ട്, നമുക്ക് എന്തൊക്കെ പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ടെന്ന് നോക്കാം. ആദ്യം തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് ആണ് ആദ്യത്തെ പാഠം. രണ്ടാമത്തെ പാഠം വാക്ക് ആൻഡ് വാക്ക്. മൂന്നാമത്തെ പാഠം ആമീസ് ബർത്ത്ഡേ. നാലാമത്തെ പാഠം ജോയ്ഫുൾ ഓണം. അഞ്ചാമത്തെ പാഠം ഫൺ വിത്ത് ഷേപ്സ്. ഇങ്ങനെ 5 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തിരിച്ചറിയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. ഫോട്ടോ ഒട്ടിക്കുക, നിങ്ങളുടെ പേര്, ക്ലാസ്, അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, ക്ലാസ് ടീച്ചറിൻ്റെ പേര്, സ്കൂളിൻ്റെ പേര്, ഫോൺ നമ്പർ, ആധാർ നമ്പർ, ഇതൊക്കെ നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചിട്ട് ഫില്ല് ചെയ്യണം. നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ്. നോക്കാം, തിത്തിരി ആൻഡ് ഫ്രണ്ട്സ്. എന്തായിരിക്കും നമുക്ക് നോക്കാം. ഒരു വില്ലേജ് ആണ് കാണിക്കുന്നത് അല്ലേ. നമ്മുടെ 2 കുട്ടികളുണ്ട്, അതുപോലെ കോഴി കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. അങ്ങനെ കുറച്ച് ചിത്രമാണ് നമുക്ക് ആദ്യം കാണിക്കുന്നത്. നമുക്ക് നോക്കാം ഒരു കാക്ക എന്താ പറയുന്നത് നോക്കാം. ഹലോ, കോൾ അതേഴ്സ് ഓൾസോ, ടുഡേ ഈസ് ഗോയിങ് ടു ബി ഫൺ. അപ്പോൾ എന്താണ് ഹലോ, കോൾ അതേഴ്സ് ഓൾസോ, നീ ബാക്കിയുള്ളവരെ വിളിക്ക്. ടുഡേ ഈസ് ഗോയിങ് ടു ബി ഫൺ, ഇന്ന് ഭയങ്കര രസകരമായിരിക്കും. നോസി ക്രോസ്. ഇമ ആൻഡ് അമൽ സ്റ്റെപ്ഡ് ഔട്ട് ടു ലുക്ക്. എ ലിറ്റിൽ ബേർഡ് ഹൈഡിങ് ഫ്രം ദി ക്രോ ഇൻ എ ഹോൾ ഇൻ ദ ട്രീ. എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാ നമ്മുടെ കാക്ക സൗണ്ട് ഉണ്ടാക്കുകയാണ്. നോയ്സി ക്രോ. ഇമ ആൻഡ് അമൽ സ്റ്റെപ്ഡ് ഔട്ട് ടു ലുക്ക്. അപ്പം എന്താണ് ഇങ്ങനെ കാക്കകൾ ഒച്ച ഉണ്ടാക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇമയും അമലും എന്ത് ചെയ്തു, ഒന്ന് വീടിന് പുറത്തിറങ്ങി. നോക്കാം. എ ലിറ്റിൽ ബേർഡ് ഹൈഡിങ് ഫ്രം ദി ക്രോ. ഒരു കുഞ്ഞു കിളി എന്ത് ചെയ്യുന്നുണ്ട്, കാക്കയിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇൻ എ ഹോൾ ഇൻ ദ ട്രീ. നമ്മുടെ മരത്തിലുള്ളൊരു പൊത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഹേയ് എ ലിറ്റിൽ ബേർഡ്, ലെറ്റ് us take her to her home മോം. അപ്പം എന്താ പറഞ്ഞത്, ഹേയ് എ ലിറ്റിൽ ബേർഡ്, ഒരു കുഞ്ഞു കിളിയിലെ, ലെറ്റ് us take her to her home മോം, നമുക്ക് അവളുടെ അമ്മയിലേക്ക് എത്തിക്കണം. എന്താ അടുത്ത് നോക്കാം. മസ്റ്റ് കീപ് ഹെർ സേഫ് ഫ്രം ക്രോസ് ആൻഡ് ക്യാറ്റ്. അപ്പോൾ എന്താ പറയണത്, അവളെ സേഫാക്കി സൂക്ഷിച്ച് വെക്കണം. ഫ്രം ക്രോസ് ആൻഡ് ക്യാറ്റ്, കാക്കകളിൽ നിന്നും പൂച്ചകളിൽ നിന്നും അവളെ സേഫ് ചെയ്ത് വെക്കണം. യെസ് ഓഫ് കോഴ്സ്, എന്തായാലും തീർച്ചയായും. വാട്ട്സ് ഹെർ നെയിം, ലെറ്റ് us call her തിത്തിരി. അപ്പോൾ നമ്മുടെ കുഞ്ഞു കിളിൻ്റെ പേരാണ് തിത്തിരി. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേരിലെ തിത്തിരി ആൻഡ് ഹെർ ഫ്രണ്ട്സ് എന്ന്. നമുക്ക് അവളുടെ ഫ്രണ്ട്സ് എന്ന് നോക്കാം. വാട്ട്സ് ഹെർ നെയിം, എന്തായിരിക്കും നമുക്ക് അവൾ ഇട്ട് കൊടുക്കുക, പേരെന്തിടാം. അപ്പോൾ ലെറ്റ് us call her തിത്തിരി, നമുക്ക് അവളെ തിത്തിരി എന്ന് വിളിക്കാം. ലാലി ക്യാറ്റ് ടിപ്ടോയിഡ് ഇൻ ടു ക്യാച്ച് ദ ലിറ്റിൽ ബേർഡ്. അപ്പം ലാലി ക്യാറ്റ് അവളെ കുഞ്ഞു കിളിനെ പിടിക്കാനായി. അപ്പം എന്താ സംഭവിച്ചു, അമൽ കോട്ട് എ സ്റ്റിക്ക് ആൻഡ് ചേസ് ദ ക്യാറ്റ് അവേ. അമൽ എന്ത് ചെയ്തു, ഒരു വടി എടുത്തിട്ട് ആ പൂച്ചയെ ഓടിച്ചു. ഔട്ട്, പുറത്തു പോ. വേർ ഇസ് തിത്തിരി, നമ്മുടെ തിത്തിരി എവിടെ പോയി. ദേ സെർച്ച് ഫോർ തിത്തിരി എവ്രിവെയർ. അവർ തിത്തിരി എല്ലായിടത്തും എന്ത് തിരഞ്ഞു. നോട്ട് ഓൺ ദ അലമാര, അലമാരകളിലില്ല. നോട്ട് അണ്ടർ ദ ബെഡ്, ബെഡിലില്ല. നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ സോഫ, സോഫയുടെ മുന്നിലില്ല. നോട്ട് ബിഹൈൻഡ് ദ സോഫ, സോഫയുടെ പുറകിലില്ല. കുഡൻറ്റ് ഫൈൻഡ് ഹെർ എനിവർ ഔട്ട്സൈഡ്, പുറത്ത് കാണാൻ സാധിച്ചിട്ടില്ല. ലെറ്റ് us ലുക്ക് ഇൻസൈഡ് ദ ഡോൾ ഹൗസ്, നമുക്ക് ഡോൾ ഹൗസിനുള്ളിലേക്ക് നോക്കാം. യെസ് ഹിയർ ഇറ്റ് ഈസ്, ഇത് നമ്മുടെ ഡോൾ ഹൗസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഇങ്ങനെ ഒരു ചുവന്ന കളറിൽ നമ്മുടെ ഓണ്, അണ്ടർ, ഫ്രണ്ട്, ബിഹൈൻഡ്, ഔട്ട്സൈഡ്, ഇൻസൈഡ്, ഇതെന്താണെന്ന് നിങ്ങളെ പഠിപ്പിക്കും കൂടിയാണ് ഈ പാഠം. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ. നോട്ട് ഓൺ ദ അലമാര, അലമാരുടെ മേലെ ഇല്ല, അലമാരകളുടെ മേലെ ഇല്ല. ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലെ. ഓക്കെ, ഓൺ മേലെ. അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ. അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, താഴെ. അപ്പോൾ ഇവിടെ നോട്ട് അണ്ടർ ദ ബെഡ്, ബെഡിൻ്റെ താഴേൽ ഇല്ല. ഇനി അടുത്ത് നോക്കാം. നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ സോഫ, സോഫയുടെ മുന്നിലില്ല. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുന്നിൽ. നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ സോഫ, സോഫയുടെ മുന്നിലില്ല. നോട്ട് ബിഹൈൻഡ് ദ സോഫ, സോഫയുടെ പിറകിലില്ല. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ, ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ. അവിടെ നമ്മൾ പഠിച്ച ഓൺ എന്ന് പറഞ്ഞാൽ മേലെ, എന്താ പറയുക, അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. എന്താണ്, കുഡിൻറ്റ് ഫൈൻഡ് ഹെർ എനിവർ ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത്, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത്. അപ്പം ഉള്ളിൽ നിന്നുള്ളതിന് ഇൻസൈഡ് എന്ന് പറയും.
സോ നമുക്ക് നോക്കാം. കുഡിൻ ഫൈൻഡ് ഹർ എനിവർ ഔട്ട്സൈഡ്. അവിടെ പുറത്തൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ലെറ്റ് us ലുക്ക് ഇൻസൈഡ് ദ ഡോൾ ഹൗസ്. നമുക്ക് നമ്മുടെ പാവയുടെ വീടിനുള്ളിൽ നോക്കാം. ഉള്ളിൽ കണ്ടോ, ഇൻസൈഡ്. യെസ്, ഹിയർ ഇറ്റ് ഈസ്. എന്നാൽ നോക്കാം. ഐ വോണ്ട് ടു സീ മൈ മോം. നമ്മുടെ തിത്തിരി എന്ത് പറയാണ്? എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ഡോണ്ട് വറി, വി വിൽ ഫൈൻഡ് ഹർ. അവിടെ അമ്മയെ കണ്ടുപിടിക്കാം, നീ വിഷമിക്കണ്ടെന്നൊക്കെ നമ്മുടെ എന്താണ് ഇമ പറയാണ്. സോ എന്താ അവിടെ നോക്ക്, നമ്മുടെ ചെറിയ കുഞ്ഞിക്കിളിനെ എവിടെയാണ് കാണുന്നത്? ഡോൾ ഹൗസിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. സോ നമുക്ക് നോക്കാം. തിത്തിരി ആസ്ക്ഡ് ദ കാറ്റ്, ആർ യു മൈ മോം? കുഞ്ഞിക്കിളി തിത്തിരി എന്ത് ചെയ്യാണ്? പൂച്ചയോട് ചോദിക്കാണ്, ആർ യു മൈ മോം? നീ എൻ്റെ അമ്മയാണോ? ഐ ഹാവ് 2 കിഡ്സ്, നൺ ഓഫ് ലുക്ക് ലൈക്ക് യു. അപ്പം എന്താണ്? എനിക്ക് 2 മക്കളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. ഓക്കെ, എനിക്ക് 2 മക്കളുണ്ട്, ഒന്നും നിന്നെ പോലല്ല കാണാൻ. ഓക്കെ, അപ്പം ആർ യു മൈ മോം? ഐ ഹാവ് 2 കിഡ്സ്, നൺ ലുക്ക് ലൈക്ക് യു. നിങ്ങൾ കാണുക, 2 എന്ന എങ്ങനെയാണ് എഴുതുന്നത്? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. നോക്കേ, 2. ദേ വെൻറ്റ് ടു ദ കൗ. അവർ പശുവിൻ്റെ അടുത്ത് പോയി. ആർ യു മൈ മോം? നീ എൻ്റെ അമ്മയാണോ? ഐ ഹാവ് ഓൺലി 1 കിഡ്. എനിക്കാകെ ഒരു കിഡുള്ളൂ, എനിക്കാകെ ഒരു കുട്ടിയേ ഉള്ളൂ. കണ്ടോ, 1, ONE 1. നോക്കാം. മെറ്റ് ഡോഗി ആൻഡ് ഹെർ കിഡ്സ്. അങ്ങനെ എന്തിനെ കണ്ടു? യെസ്, നമ്മുടെ പപ്പീൻ്റെ കുട്ടികളെയും കണ്ടു. ആർ യു മൈ മോം? നീ എൻ്റെ അമ്മയാണോ? ഐ ഹാവ് 5 കിഡ്സ് ലുക്ക്, ഡസ് എനിവൺ ലുക്ക് ലൈക്ക് യു? അതിലേതെങ്കിലും നിന്നെ പോലെയാണോ കാണാൻ? ഇല്ലല്ലോ. അപ്പം 5, FIVE 5, 5. അപ്പം നമ്മളെന്താ പഠിച്ച നേരത്തെ? ONE 1, TWO 2, 2. 1, 2, 5. ഇനി അടുത്ത് നോക്കാം. ദേ ഓൾസോ മെറ്റ് ഹെൻ ആൻഡ് ഹെർ ഫാമിലി. അവരാരെ കണ്ടു? ഹെന്ന്, കോഴിയെയും അവളുടെ കുടുംബത്തെയും കണ്ടു. ഈസ് ദിസ് യുവർ കിഡ്? ഇത് നിൻ്റെ കിഡാണോ എന്ന് നമ്മുടെ ഇമ ചോദിക്കാണ്. ഐ ഹാവ് 4, ബട്ട് നൺ ഓഫ് ദിസ് ലുക്ക് ലൈക്ക് ദിസ് കിഡ്. അപ്പോൾ എന്താണ്? എനിക്ക് 4 മക്കളുണ്ട്. FOUR 4. എനിക്ക് 4 മക്കളുണ്ട്, ബട്ട് നൺ ഓഫ് ദിസ് ലുക്ക് ലൈക്ക് ദിസ് കിഡ്. എന്താണ്? ആരും ഈ കുഞ്ഞിനെ പോലെയല്ല കാണാൻ. FOUR 4. നോക്കാം. ദേ സോ ക്രോസ് നെറ്റ്. അവരെന്ത് കണ്ടു? യെസ്, കാക്കയുടെ കൂട് കണ്ടു. മൈ 3 eggs haven't hatched yet. അപ്പം എന്താണ്? ഈസ് ദിസ് യുവർ കിഡ്? ഇത് നിൻ്റെ കുട്ടിയാണോ? അപ്പം എന്താ പറഞ്ഞത്? മൈ 3 eggs haven't hatched yet. എൻ്റെ 3 മുട്ടകൾ ഇപ്പോഴും വിരിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അതിൻ്റെ കുട്ടിയാവുന്നതാണ് നമ്മുടെ കാക്ക ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3. ഓക്കെ, 3. നെക്സ്റ്റ് നോക്കാം. ഹൂ ഓൾ ഡു യു സീ ഇൻ ദ പിക്ചേഴ്സ്? കൗണ്ട് ആൻഡ് റൈറ്റ് ഈച്ച്. സോ നിങ്ങളോട് പറയുന്ന ഒരു വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ പിക്ചറിൽ എത്ര ആളുകളെ കാണുന്നുണ്ട് ഓരോ പിക്ചറിലും, അത് എണ്ണിയിട്ട് താഴെയുള്ള സർക്കിളിൽ ട്രേസ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ? ആദ്യം ഒരു പശുക്കുഞ്ഞുണ്ടല്ലേ. എന്താണ്? എത്ര ഉണ്ട്? യെസ്, 1. സോ നിങ്ങളിവിടെ എന്ത് എഴുതണം? 1 എന്ന് എഴുതണം. ONE 1 എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ട്രേസ് ചെയ്യണം. സോ ഞാൻ ഇവിടെ ട്രേസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരൊറ്റ വര വരച്ചാൽ എന്തായി? 1 ആയി. ഇനി എത്ര താറാവ് കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4. എത്ര ഉണ്ട്? യെസ്, 4 എണ്ണം ഉണ്ടല്ലേ. സോ ഇവിടെ നിങ്ങൾ 4 എന്നിവിടെ എഴുതണം. സോ നിങ്ങൾക്ക് എഴുതാൻ അറിയാത്ത മക്കളായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിലൂടെ പെൻസിൽ എന്ത് ചെയ്യും? ആ കുത്തുകളിലൂടെ നീക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 എന്ന് എങ്ങനെ എഴുതണ്ടേ, 4 എന്ന് എങ്ങനെ എഴുതണ്ടെന്ന് മനസ്സിലാവും. സോ നമുക്ക് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കുറച്ച് പപ്പിക്കുട്ടികളെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് എണ്ണി നോക്കണം. സോ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പപ്പിക്കുട്ടികളെ നിങ്ങൾ കാണും. നമുക്ക് നോക്കാം. 1, 2, 3, 4, 5. സോ 5 എന്ന് നമ്മൾ എഴുതണം. സോ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? യെസ്, 5 എന്ന് എഴുതണം അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പെൻസിൽ 5 എന്നുള്ളതിന് അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രേസ് ചെയ്യണം. ഓക്കെ, സോ FIVE 5. നെക്സ്റ്റ് നോക്കാം. യെസ്, 2 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടല്ലേ. 1, 2. 1, 2. നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ചിത്രം കാണുമ്പോഴും അത് എണ്ണി നോക്കണം.
എന്നിട്ട് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മളിപ്പം ഇതുവരെ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 1 2 3 4 5 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ പൂച്ചക്കുഞ്ഞുങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 1 2 രണ്ടെണ്ണം അല്ലേ. സോ 2 എന്ന് എഴുതണം. ആ ട്രേസ് ചെയ്യണേ. 1 2 3 ഇവിടെ എത്ര കിളിക്കുഞ്ഞുങ്ങളുണ്ട്? യെസ്, കാക്കക്കുഞ്ഞുങ്ങളാണ് തോന്നുന്നു അല്ലേ. എത്ര എണ്ണം ഉണ്ട്? 1 2 3. സോ 3 എന്ന് ട്രേസ് ചെയ്യണം. ഇനി ഇവിടെ താഴെയുള്ളത് നിങ്ങളോട് ട്രേസ് ചെയ്യാനാണ് പറയുന്നത്. 1 2 3 4 5. സോ ഞാൻ ഇവിടെ ട്രേസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളിതുപോലെ ചെയ്യുക. എന്നിട്ട് അതുപോലെ ഒന്ന് ഒറ്റയ്ക്ക് അടിയിലൊന്ന് എഴുതി നോക്കുക. ഓക്കെ, 1 2 3 4 5. നെക്സ്റ്റ് നോക്കാം. ഇമ ആൻഡ് അമൽ ഷോഡ് ദെയർ പിക്ചർ ബുക്ക് ടു തിത്തിരി ദേ സാങ്. സോ ഇമയും അമലും എന്ത് ചെയ്തു? ഷോഡ് കാണിച്ചു കൊടുത്തു ദെയർ പിക്ചർ ബുക്ക് അവരുടെ ചിത്ര ബുക്ക് ടു തിത്തിരിക്ക് കാണിച്ചു കൊടുത്തു. ദേ സാങ് എന്നിട്ട് അവർ പാടി. വാട്ട്സ് ഇൻ പേജ് 1 cat on first page 1 1 1. അപ്പം എന്താണ്? വാട്ട് ഈസ് ഓൺ പേജ് 1? എന്താണ് പേജ് 1-ലുള്ളത്? 1 cat അല്ലേ. ഒരു ക്യാറ്റാണുള്ളത് ഓൺ ദി ഫസ്റ്റ് പേജ്. ആദ്യത്തെ പേജിൽ ഒരു ക്യാറ്റാണുള്ളത് അല്ലേ. 1 1 1 1 ക്യാറ്റാണുള്ളത്. ONE 1. സോ ഇവിടെ 1 ട്രേസ് ചെയ്യാം. നെക്സ്റ്റ് വാട്ട്സ് ഇൻ പേജ് 2 birds on the second page 2 2 2 TWO 2 2 2 2. സോ രണ്ടാമത്തെ പേജിൽ എന്താ ഉള്ളത്? 2 ബേർഡ്സ് ആണുള്ളത് അല്ലേ. TWO 2 2 2 ബേർഡ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് നോക്കാം. വാട്ട്സ് ഇൻ പേജ് 3? ഇനി പേജ് 3-ൽ എന്താണുള്ളത്? 3 parrots ഓൺ ദി പേജ്, തേർഡ് പേജ് അല്ലേ. മൂന്നാമത്തെ പേജിൽ 3 parrots ഉണ്ട്. 3 3 3. സോ വാട്ട്സ് ഇൻ പേജ് 3? 3 parrots on the third page 3 3 3. THREE 3 THREE 3. 1 2 3. ഓക്കെ, സോ ട്രേസ് ചെയ്യുക. നെക്സ്റ്റ് വാട്ട്സ് ഇൻ പേജ് 4 owls on the fourth page 4 4 4. അപ്പോൾ വാട്ട്സ് ഇൻ ദ പേജ് 4? നാലാമത്തെ പേജിൽ എന്താ ഉള്ളത്? യെസ്, 4 owls 4 മൂങ്ങകളുണ്ട് അല്ലേ ഓൺ ദി ഫോർത്ത് പേജ്, നാലാമത്തെ പേജിൽ. 4 4 4 FOUR 4 FOUR 4. സോ 4 എന്ന് ട്രേസ് ചെയ്യും. 4 എന്ന് പറഞ്ഞാൽ 4. വാട്ട്സ് ഇൻ പേജ് 5? എന്താണ് അഞ്ചാമത്തെ പേജിലുള്ളത്? യെസ്, 5 mangoes ഓൺ ദി ഫിഫ്ത്ത് പേജ് അല്ലേ. 5 മാംഗോ ഉണ്ട്. സോ എന്താണ്? 1 2 3 4 5. 5 മാംഗോ ഉണ്ട് ഓൺ ദി ഫിഫ്ത്ത് പേജ്. 5 മാങ്ങകളുണ്ട് അല്ലേ ഫിഫ്ത്ത് പേജിൽ. ഫിഫ്ത്ത് പേജിൽ എന്തുണ്ട്? 5 മാങ്ങകളുണ്ട്. FIVE 5 FIVE 5. നെക്സ്റ്റ് ഫിംഗർ പെയിൻറ്റിംഗ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? പെയിൻറ്റ് വാങ്ങണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വിരലുകളിൽ ആ പെയിൻ്റ് ആക്കിയിട്ട് നിങ്ങൾ അതിൽ പറയുന്നത് പോലെ താഴെ കാണുന്ന നമ്പർ ഉള്ളതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും അത്രയും ഫിംഗർ പെയിൻറ്റിങ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ഉൾപ്പെടുത്തണം. സാധ്യത നോക്കാം. ആദ്യം 1 ആണുള്ളത് അല്ലേ, ഒരു ഫിംഗർ പ്രിൻ്റാണുള്ളത്. സോ 1 എന്ന് എഴുതി. ഇനി ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 4 എണ്ണം വേണം. സോ നിങ്ങൾ 4 ഫിംഗർ പ്രിൻറ്റുകൾ വരക്കണം. FOUR 4. ഇനി 5 അല്ലേ, ഇതേതാ നമ്പർ? 5 FIVE 5. സോ നിങ്ങൾ 5 ഫിംഗർ പ്രിൻ്റ് ഇവിടെ വരക്കണം. നെക്സ്റ്റ് ഇതേതാ നമ്പർ? യെസ് 2. സോ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഫിംഗർ പ്രിൻ്റ് ഇവിടെ വരണം. ദെൻ നെക്സ്റ്റ് 3 അല്ലേ. സോ 1 2 3. നിങ്ങൾ 3 എണ്ണം വരക്കണം. അവിടെ എത്ര എണ്ണം വരക്കണം? 1 2. ദെൻ നെക്സ്റ്റ് ലെറ്റ് us draw worm and write number from 1 to 5. നിങ്ങൾ എന്ത് ചെയ്യണം? വേമിനെ വരക്കണം. എന്ത് വരക്കണം? യെസ്, കുഞ്ഞു പുഴുകളെ വരക്കണം. റൈറ്റ് നമ്പർ ഫ്രം 1 to 5. നിങ്ങളതിൽ 1 2 3 4 5 ഇവിടെ 1 കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഇതിൽ ഓൾറെഡി 1 ഉണ്ട്. അപ്പോൾ നിങ്ങൾ 4 എണ്ണം ഉണ്ടാക്കിയിട്ട് 2 3 4 5 എന്നതിൻ്റെ മേലെ എഴുതണം. നെക്സ്റ്റ് ലുക്ക് ആൻഡ് ടെൽ, സീ ദ പിക്ചർ, സേ വാട്ട് ഓൾ തിങ്സ് യു സീ. നിങ്ങളോട് ചോദിക്കുന്ന എന്തൊക്കെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ട്. എമോങ് ദ ചിക്സ് ദർ ഇസ് എ ബിഗ് വൺ അല്ലേ. ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. അപ്പോൾ വലിയ ഒന്നുണ്ട് എമോങ് ദി ചിക്സ്. ചിക്സിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്? ഒരു വലിയ ചിക്കുണ്ട്. എമോങ് ദ ഡക്ക് എന്താണ്? 2 ബിഗ് ഡക്ക്.
അപ്പോൾ എമോങ് ഡക്കിൽ എന്തുണ്ട്? 2 വലിയ താറാവുകൾ ഉണ്ട്. ONE 1 TWO 2. ഇനി നോക്കാം ഇൻ ദ ഫ്ലോക്ക് നോക്കാം. സീ ദ പിക്ചർ, സേ ആൻഡ് റൈറ്റ്. ഇൻ ഫ്രണ്ട് ഓഫ് ദി മദർ ഡക്ക് ഒരു കോളം തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ലിറ്റിൽ ഡക്സ്. സോ നമ്മുടെ ഡക്കിൻ്റെ മുന്നിൽ എത്ര ലിറ്റിൽ ഡക്സ് ഉണ്ട് നമുക്ക് നോക്കാം. യെസ് 1 2. സോ എത്ര ഉണ്ട്? യെസ് 2 ഉണ്ട് അല്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോളത്തിൽ 2 എന്ന് ഫിൽ ചെയ്യണം. അറ്റ് ഹെർ ബാക്ക് എത്ര ലിറ്റിൽ കിഡ്സ് ഉണ്ട്? യെസ് 1 2 3. സോ 3 ലിറ്റിൽ ഡക്സ്. 3 എന്ന് നിങ്ങൾ ആ കോളത്തിൽ എഴുതണം. 2 and 3 makes 5. ഇപ്പോൾ 2ഉം 3ഉം കൂട്ടിയാൽ 5. 1 2. ഓക്കെ, 2 നമ്മൾ 3 കൂടി നിങ്ങളുടെ കൈ എടുക്കുക. എന്നിട്ട് അതിലെ വിരലുകൾ ചൂണ്ടുക. 1 2 ഓൾറെഡി ഉണ്ട്. ദെൻ എത്രയാണ്? 2 and 3 make 5 എന്നല്ലേ? സോ 2ഉം 3ഉം കൂട്ടിയാൽ 5. 1 2 1 2 3 മൊത്തം 5. നെക്സ്റ്റ് നോക്കാം. 2 ducklings walked ahead to get beside their mother side. One was still behind. Dash duckling in the front. സോ നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര ഡക്ലിങ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുന്നിൽ, എത്ര ഡക്ലിങ്സ് മുന്നിലുണ്ട്? ഡക്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് കുഞ്ഞുങ്ങൾ എത്ര ഉണ്ട്? യെസ് 1 2. സോ നിങ്ങളവിടെ ആ ബോക്സിൽ 2 എന്ന് എഴുതണം. ഡക്ലിങ് എലോങ് സൈഡ്, അമ്മയുടെ വശത്ത് പിടിച്ച് നടക്കുന്ന എത്ര ഡക്ലിങ്സ് ഉണ്ട്? എലോങ് സൈഡ് എന്ന് പറഞ്ഞാൽ വശത്ത്. എത്ര ഉണ്ട്? യെസ് 1 2. 2 ഉണ്ട് അല്ലേ? ഇനി എത്ര ഡക്ലിങ് ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ. അപ്പോൾ ബിഹൈൻഡിൽ എത്ര ഉണ്ട്? യെസ് 1. സോ ONE 1. ഇനി എല്ലാം കൂട്ടി നോക്കേ. 2 and 2 and 1 makes 5 അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ബോക്സിൽ എഴുതണേ 2 2 and 1 makes 5. ഇനി നോക്കാം. The 2 duckling with mother walked ahead. സോ 2 ഡക്ലിങ് മദറിൻ്റെ എന്താണ് മുന്നിൽ നടന്നു. ആൻഡ് ഡക്ലിങ് ഇൻ ഫ്രണ്ട്, ഡക്ലിങ് ഇൻ ബിഹൈൻഡ് ആൻഡ് മേക്ക് എത്ര കണ്ടുപിടിക്കണം. സോ 2 ഡക്ലിങ് വിത്ത് മദർ വാക്ക്ഡ് അഹെഡ്. അങ്ങനെ 2 ഡക്ലിങ് എന്ത് ചെയ്തു? മുന്നിൽ നടന്നു. ഡക്ലിങ് ഇൻ ഫ്രണ്ട്, അപ്പോൾ എത്ര ഉണ്ടാവും? ഡക്ലിങ് ഇൻ ഫ്രണ്ട് ഈ 2 എന്തായിട്ട് മാറി? മുന്നിലേക്ക് കയറി. അപ്പോൾ എത്ര ഉണ്ടായി? 1 2 3 4 അല്ലേ? സോ 4 ഡക്ലിങ് ഇൻ ഫ്രണ്ട്. ഇനി അപ്പോൾ എത്ര ഉണ്ടാവും ബിഹൈൻഡ്? 1 ഡക്ലിങ് ബിഹൈൻഡ്. സോ നമ്മൾ എന്ത് ചെയ്തണം? 4 and 1 makes 5. ഇനി നോക്കാം. ഇമ ആൻഡ് അമൽ ആൻഡ് തിത്തിരി റീച്ച്ഡ് ദ ഗാർഡൻ. അങ്ങനെ ഈമയും അമലും തിത്തിരിയും കൂടിയും എവിടെ എത്തി? ഒരു പൂന്തോട്ടത്തിലെത്തി അല്ലേ? നല്ല മനോഹരമായ പൂന്തോട്ടത്തിലെത്തി. കൗണ്ട് ആൻഡ് റൈറ്റ്, നിങ്ങളോട് എണ്ണി എഴുതാനാണ് പറയുന്നത്. സോ ആദ്യം കാണിക്കുന്നത് ഒരു ബ്ലൂ കളർ പൂവാണ്. സോ ഈ ബ്ലൂ കളർ പൂവ് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4. 1 എന്ന് പറഞ്ഞാൽ ONE 1 1, TWO 2 2, THREE 3 3, FOUR 4 4. സോ എത്ര ഉണ്ട്? യെസ് 4 എന്ന് എഴുതണം. ഇനി എത്ര താമരകളുണ്ട്? യെസ് 1 2 3 4 5. എത്ര ഉണ്ട്? 1 2 3 4 5. സോ 5 ഉണ്ട് അല്ലേ? FIVE 5 എന്ന് നിങ്ങൾ എഴുതണം. ഇനി എത്ര ചെമ്പരത്തി ഉണ്ട്? യെസ് ONE 1. എത്ര ഉള്ളൂ? 1 ഉള്ളൂ അല്ലേ? സോ 1 എന്ന് നിങ്ങളവിടെ എഴുതണം. നെക്സ്റ്റ് ഒരു ഓറഞ്ച് കളർ പൂവ് എത്ര ഉണ്ട് നോക്കാം. 1 2, TWO 2. സോ മഞ്ഞ പൂവ് എത്ര ഉണ്ട്? യെസ് 1 2 3. എത്ര ഉണ്ട്? യെസ് 3 ഉണ്ട് അല്ലേ? സോ നിങ്ങൾ THREE 3. അപ്പോൾ 3 എന്ന് നിങ്ങൾ എഴുതണം. ലെറ്റ് us sing a song. One shoe flower, pretty and red. അപ്പം 1 എന്താണ്? ഷൂ ഫ്ലവർ, പ്രിറ്റി ആൻഡ് റെഡ്. ഒരു ഷൂ ഫ്ലവർ ഉണ്ട്. എങ്ങനെയാണത്? യെസ് പ്രിറ്റി ആണ്, നല്ല ഭംഗിയുണ്ട്, ആൻഡ് റെഡ് കളറാണ്. സോ എത്ര ഉണ്ട്? 1. സോ ONE 1 എന്ന് നിങ്ങൾ ആ ബോക്സിൽ എഴുതണം.
നെക്സ്റ്റ് 2 മാരിഗോൾഡ് ഓറഞ്ച് കളേർഡ് ഫ്ലവേഴ്സ് അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞു 2 മാരിഗോൾഡ് ഓറഞ്ച് കളേർഡ് ഫ്ലവേഴ്സ് ഉണ്ട്. സോ നിങ്ങളവിടെ എന്ത് എഴുതണം, TWO2 എന്ന് എഴുതണം. ഇനി അടുത്ത നേരത്തെ നമ്മൾ പറഞ്ഞ ഗോൾഡൻ യെല്ലോ കളർ ഫ്ലവേഴ്സ് 3 മുക്കുട്ടീസാണത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, 1 2 3 അല്ലേ, 3 ഉണ്ട്. സോ നിങ്ങൾ 3 എന്ന് എഴുതണം, THREE3. നെക്സ്റ്റ് എന്തുണ്ട്, ബ്ലൂ പീസ്. അപ്പം 4 ബ്ലൂ പീസ് സോ ബ്യൂട്ടിഫുൾ, നല്ല നീല കളറിലുള്ള 4 ഫ്ലവേഴ്സ് ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ എത്ര ഉണ്ട്, 1 2 3 4. സോ നിങ്ങളിവിടെ എന്ത് ചെയ്യണം, 4 എന്ന് എഴുതണം. ഓക്കെ, FOUR 4. ഇനി അടുത്ത് 5 വൈറ്റ് ലില്ലീസ്. എന്താണ്, വൈറ്റ് കളർ വെള്ള കളറിലുള്ള ലില്ലീസ് ഉണ്ട് ഓൺ ദ പോണ്ട്, ഇവിടെ കുളത്തിലുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, FIVE 1 2 3 4 5 1 2 3 4 5 എണ്ണുണ്ട്. സോ നിങ്ങൾ 5 എന്ന് എഴുതണം. ഇനി അടുത്തെന്താണ്, ഫ്രണ്ട്സ് റയാൻ ആൻഡ് ആവനി ആർ കമ്മിങ്, ലെറ്റ് us ഷോ ദം തിത്തിരി. സോ നമ്മുടെ അമൽ പറയാണ് റയനും ആവണിയും വരുന്നുണ്ട്, നമുക്ക് അവരെ തിത്തിരിയെ കാണിക്കണം. റെയിൻ ആൻഡ് ആവനി കം ടു സീ തിത്തിരി. അവരെന്തിനെ കാണാൻ വന്നു, തിത്തിരിയെ കാണാൻ വന്നു. ഐ കാൺട്ട് സീ ഹെർ, ലെറ്റ് മീ ഫീൽ ഹെർ. നമ്മുടെ റെയിനെ എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, പക്ഷേ അവന് ബ്ലൈൻഡാണ്. അപ്പം അവനെന്ത് ചെയ്യാനേ കഴിയുള്ളൂ, യെസ് അതിനെ തൊട്ട് നോക്കിയിട്ട് അതിനെ ഫീൽ ചെയ്യാനേ കഴിയുള്ളൂ. ഓക്കെ, ഹീ എന്താണ്, ക്രേസഡ് തിത്തിരി സോ സ്മൂത്ത് ആൻഡ് ഹീ സെഡ്. അപ്പോൾ എന്താണ്, അവനിങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയാണ് എന്തൊരു സ്മൂത്ത് ഇല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, അമൽ ബോട്ട് സം ടോയ്സ് ടു പ്ലേ. അങ്ങനെ അമൽ കുറച്ച് ടോയ്സ്, കുറച്ച് കളിപ്പാട്ടങ്ങൾ കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ദേ ഗ്രൂപ്പ്ഡ് സിമിലർ ടോയ്സ്. അവർ സിമിലർ ആയിട്ടുള്ള ടോയ്സിനെ ഗ്രൂപ്പ് ചെയ്തു. വിച്ച് ഓഫ് ദ ടോയ്സ് ആർ അലൈക്ക്. ഏതൊക്കെ ടോയ്സാണ് ഒരുപോലെ നിൽക്കുന്നത് എന്നാണ് നിങ്ങളോട് ചോദിച്ചത്. സോ ലെറ്റ് us കൗണ്ട് ആൻഡ് റൈറ്റ്. സോ നമുക്ക് നോക്കാം എത്രണ്ണം ഓരോ ടോയ്സും ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യം ടോപ്പുകളാണ്. എത്ര ടോപ്പുകളുണ്ട്, യെസ് 1 2 അല്ലേ, 2 ടോപ്പുകളുണ്ട്. സോ നിങ്ങൾ 2 എന്ന് എഴുതണം. നെക്സ്റ്റ് ടോയ് ട്രക്ക്. ടോയ് ട്രക്ക് എത്ര ഉണ്ട്, യെസ് 1 ടോയ് ട്രക്കാണ് ഉള്ളത്. നെക്സ്റ്റ് ഡ്രം എത്ര ഉണ്ട്, യെസ് 1 ഡ്രമ്മാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് എന്താണ്, വിസിൽ. എത്ര വിസിലുണ്ട്, 1 2 3 4 5. സോ 5 വിസിലുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് 5 വിസിൽ. ദെൻ നെക്സ്റ്റ് എത്ര ബാറ്റ് ഉണ്ട്, യെസ് 1 ബാറ്റ് ഉണ്ട് അല്ലേ, ഒരു ബാറ്റ് ഉണ്ട്. റോബോട്ട് എത്ര ഉണ്ട്, 1 2 റോബോട്ടാണ് ഉള്ളത്. സോ നെക്സ്റ്റ് എത്ര ബോൾ ഉണ്ട് നോക്കാം, 1 2 3. സോ 3 ബോൾസ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം കണ്ടെത്തണം, എന്നിട്ട് ശരിയാണോ എന്നതിൻ്റെത് പ്ലേ ചെയ്തിട്ട് നോക്കണം. വാട്ട് മോർ ടു കൗണ്ട്. ഇനി ഏത് നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത്, യെസ് നമ്മൾ ഡോൾ എത്ര നോക്കിയിട്ടില്ലല്ലേ. സോ എത്ര ഡോളുണ്ട്, ഡോൾ എന്നിവിടെ എഴുതുക. എന്നിട്ട് ഹൗ മെനി, 1 2 3 4. സോ 4 ഡോളുണ്ട്. ദെൻ നെക്സ്റ്റ് ഡിഡ് എവ്രി വൺ റൈറ്റ് ദ സെയിം നമ്പർ. എല്ലാവരും ഒരേ നമ്പറാണോ എഴുതിയതെന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഫീൽ ആൻഡ് റൈറ്റ്. ഹൗ ടു വി റൈറ്റ് 1. എങ്ങനെയാണ് നമ്മുടെ 1 എന്ന് എഴുതുക. ദർ ഇസ് എ സോങ് ഫോർ ഇറ്റ്. അതിനൊരു പാട്ടുണ്ടല്ലോ. ഹൗ ടു വി റൈറ്റ് 1. നമ്മൾ എങ്ങനെയാണ് 1 എഴുതുക, ONE 1 എന്ന് നിങ്ങൾ എഴുതണം. ഹൗ ടു വി റൈറ്റ് 1. ദിസ് ഈസ് ഹൗ വി റൈറ്റ് 1. ഇങ്ങനെയാണ് നമ്മുടെ 1 എഴുതുക. നോ കർവ്, നോ ടേൺ. ഒരു വളവുമില്ല, ഒരു തിരിവുമില്ല. നോ സ്ലാൻഡ്, എന്തില്ല, ചെരിവുമില്ല. നോ ബെൻഡ്, മടക്കില്ല. ആൻഡ് എ ലിറ്റിൽ ലൈൻ, ഒരു ചെറിയ ലൈന്. ഷോർട്ട് ആൻഡ് സ്ട്രെയിറ്റ്. എങ്ങനെയാണ്, ഷോർട്ട് എന്നാൽ ചെറുതും നേരെയും. ആൻഡ് ദാറ്റ്സ് എ നൈസ് 1. അങ്ങനെയാണ് നമുക്കൊരു നൈസായിട്ട് രസമുള്ളൊരു 1 കിട്ടുന്നത്. ഓൾ ഫോർ 1 1 ഫോർ ഓൾ. എല്ലാത്തിനും 1
1 എല്ലാത്തിനും. അങ്ങനെയാണ് അതിൽ പറയുന്നത്. ഒരു ചെറിയൊരു പാട്ടാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ നമ്മുടെ 1 എന്തില്ല? യെസ്, വളവില്ല, തിരിവില്ല, ചെരിവില്ല, മടക്കമില്ല, ഒരു ലിറ്റിൽ ലൈനാണ്, ഷോർട്ടാണ്, സ്ട്രെയിറ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. ടു റൈറ്റ് ടു ജസ്റ്റ് ഫീൽ ദിസ് പിക്ചർ. നിങ്ങൾ ഈ പിക്ചർ ഒന്ന് ഫീൽ ചെയ്താൽ മതി. ഓക്കെ അമ്മ, ഐ ഗോട്ട് ഇറ്റ് നൗ. റയൻ മൂഡ് ഹിസ് ഫിംഗർ ഓൺ ദി സാൻഡ് പേപ്പർ കാർഡ്. അവൻ എന്ത് ചെയ്തു? സാൻഡ് പേപ്പർ കാർഡിൽ 2 എന്ന് കൈ കൊണ്ട് എന്ത് ചെയ്തു? ഒന്ന് മൂവ് ചെയ്ത് നോക്കി. ഓക്കെ, എന്നിട്ട് മനസ്സിലാക്കി. സോ 2 എങ്ങനെ എഴുതുക? 2 എങ്ങനെ എഴുതുക? യെസ്, TWO2 അല്ലേ? TWO2 എന്നാണ് നമ്മൾ എഴുതുക 2. ദെൻ നെക്സ്റ്റ് നോക്കാം. മൈ ഡിയർ, ദേ ഹേർഡ് എ ബേർഡ് ക്രൈയിങ് ഔട്ട്സൈഡ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു കിളി ഒച്ച ഉണ്ടാക്കുന്നത്, കരയുന്നത് അവർ പുറത്തു നിന്ന് കേട്ടു. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ പുറത്ത്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ വെൻ ടു ദ ഗാർഡൻ. അവർ പൂന്തോട്ടത്തിലേക്ക് പോയി. ഹിയർ ഈസ് യുവർ മോം. ഇതാ നിൻ്റെ അമ്മ. മോമ്മി എന്ന് നമ്മുടെ കുഞ്ഞിക്കിളി പറയാണ്. തിത്തിരി വാസ് ബോത്ത് ഹാപ്പി ആൻഡ് സാഡ്. തിത്തിരിക്ക് എന്തായിരുന്നു? വിഷമം ഉണ്ടായിരുന്നു, എന്നാൽ സങ്കടം ഉണ്ടായിരുന്നു. ഐ വിൽ കം ടുമോറോ, ബൈ. ഞാൻ നാളെ വരാം, സോ ബൈ. നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ നമ്പർ ഇൻ ഈച്ച് ഫ്ലവേഴ്സ്. ഓരോ ഫ്ലവേഴ്സിലുള്ള നമ്പേഴ്സ് നോക്കാൻ അല്ലേ? ഓരോ ഫ്ലവേഴ്സിൽ നമ്പേഴ്സ് ഉണ്ട്. ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ലീവ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം? അതേ നമ്പർ ഓഫ് ലീവ്സ് നിങ്ങൾ വരക്കണം. സോ 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 എണ്ണം വരക്കണം. ഇനി ഇതിൽ എത്ര എണ്ണം ഉണ്ട്? യെസ്, 5 എണ്ണം അല്ലേ? സോ FIVE 5, 5. സോ നിങ്ങൾ 5 ലീവ്സ് നിങ്ങളിവിടെ വരക്കണം. ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് FOUR 4, 4 അല്ലേ? സോ 4 ലീവ്സ് നിങ്ങൾ വരക്കണം. നെക്സ്റ്റ് THREE 3. സോ 3, 3. സോ നിങ്ങൾ 3 ഇതളുകൾ വരക്കണം. ഇതളുകളല്ല, ഐ മീൻ ലീവ്സ് എന്ന് പറഞ്ഞാൽ ഇലകൾ വരക്കണം. ആൻഡ് ദർ ആർ ഗ്രൂപ്പ്സ് ഓഫ് സെയിം നമ്പർ സർക്കിൾ ദം. വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് ഓഫ് സെയിം നമ്പർ സർക്കിൾ ദം? ഒക്കെ നമ്മൾ എണ്ണി നോക്കണം. എന്നിട്ട് ഒരേ രീതിയിൽ വരുന്ന ഗ്രൂപ്പ് നിങ്ങൾ സർക്കിൾ ചെയ്യണം. സോ ആദ്യം നമുക്ക് നോക്കാം. 1 2 3 4. എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ? നെക്സ്റ്റ് എത്ര ഉണ്ട്? 1 2 3 4 5. എത്ര ഉണ്ട്? 1 2 3 4 5. എത്ര ഉണ്ട്? 5 ഉണ്ട് അല്ലേ? സോ 1 2 3 4 5. ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ 4, രണ്ടാമത്തെ ഗ്രൂപ്പിൽ 5. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിൽ എത്രയും നോക്കാം. 1 2 3 4. 1 2 3 4. സോ 4 ഉണ്ട്. സോ നമ്മുടെ ഫസ്റ്റത്തെ ഗ്രൂപ്പും തേർഡത്തെ ഗ്രൂപ്പാണ് നിങ്ങൾ സർക്കിൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ലെറ്റേഴ്സ് കളർ. സോ നിങ്ങളോട് കളർ ചെയ്യാനാണ് പറയുന്നത്. കൗണ്ട് ദ ബേർഡ്സ് ആൻഡ് കളർ. ഓരോ ബേർഡ്സും കൗണ്ട് ചെയ്യുക, കളർ ചെയ്യുക. സോ എനിക്കിവിടെ കളർ ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ കളർ ചെയ്യണം. ഞാൻ കൗണ്ട് ചെയ്ത് തരാം. സോ ആദ്യത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. എത്ര ഉണ്ട്? യെസ്, 15 ബേർഡ്സ് ഉണ്ട്. ഈ 15 ബേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. നെക്സ്റ്റ്, ബേർഡ്സ് ഓഫ് വിച്ച് കളേഴ്സ് ആർ മോസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ കളർ ചെയ്യുന്നതനുസരിച്ചാണ്. നിങ്ങൾ ഒരേ കളറ് ബേർഡ്സ് ഓഫ് വിച്ച് കളർ ആർ മോസ്റ്റ്, ഒരേ കളറ് കുറേ ബേർഡ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര എണ്ണം നിങ്ങൾ എഴുതണം. ആൻഡ് ഹൗ മെനി. വിച്ച് കളർ ആർ മോസ്റ്റ്. സപ്പോസ് നിങ്ങൾ ബ്ലൂ കളറാണ് പകുതിയിലേറെ ബേർഡ്സിന് കളർ ചെയ്തതെങ്കിൽ, ഒരു 7ഓളം ബേർഡ്സിന് നിങ്ങൾ അങ്ങനെ കളർ ചെയ്തെങ്കിൽ നിങ്ങളവിടെ ബ്ലൂ എന്ന് എഴുതണം. ഇവിടെ ഹൗ മെനി എന്നുള്ളത് 7 എന്ന് എഴുതണം. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കളർ ചെയ്യുന്നതിനനുസരിച്ചാണ്. റൈറ്റ് ദീസ് നമ്പർ ഫ്രം ലാർജ് ടു സ്മോൾ. നിങ്ങൾ എന്ത് ചെയ്യണം? സ്മോളിൽ നിന്നും ലാർജിലേക്ക് എഴുതണം. റൈറ്റ് ദ നമ്പർ ഫ്രം ലാർജ് ടു സ്മോൾ. ലാർജിൽ നിന്നും സ്മോളിലേക്ക്. സപ്പോസ് 5 എണ്ണമാണ് നിങ്ങൾ ഒരേ രീതിയിൽ കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 2 3 4 5. ഇനി നമ്മൾ സപ്പോസ് 2 എണ്ണം കളർ ചെയ്തെങ്കിൽ 1 2 അങ്ങനെ നിങ്ങൾ എഴുതണം. ഇപ്പോൾ ഇവിടെ ഹൗ മെനി ചോദിച്ചപ്പോൾ 7 ആണെങ്കിൽ 7 ഇവിടെ 7 ഇല്ല. നിങ്ങളിവിടെ ഇപ്പോൾ ഒരേ രീതിയിൽ കളർ ചെയ്ത് കുറച്ചെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സപ്പോസ് 3 ആണെന്ന് കൂട്ടിക്കോ. സോ നിങ്ങളവിടെ എന്ത് എഴുതണം? 1 2 3 എന്ന് നിങ്ങൾ എഴുതണം. സോ ഇത്രയുള്ള നമ്മുടെ പാഠഭാഗം. സോ ക്ലാസ് 1 മാത്സിലെ ചാപ്റ്റർ 1 തിത്തിരി ആൻഡ് ഹെർ ഫ്രണ്ട്സാണ് നമ്മൾ എടുത്തത്. സോ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. സോ ഒരു കാര്യം ഈ വീഡിയോയിൽ സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആക്ടിവിറ്റി ആയിരിക്കും ഡിസ്കസ് ചെയ്യുക.
എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗം എടുക്കുന്നുള്ളൂ. കുറേ ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽ കൗണ്ട് ഓഫ് പീപ്പിൾസ് കിഡ്സ് എന്ത് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും അടുത്ത വീഡിയോ ചെയ്യാനായിട്ട്. സോ നമ്മൾ ഇത്തിരിയായിട്ട് നമ്മളിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതും കൂടി നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. സോ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓണാണ്, നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും പാഠഭാഗം അത് ഇത്തിരി മുന്നേ എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ചെയ്തു തരും. സോ hope you guys understand it well. So bye until now. Thank you for watching.